ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ദുഃഖവാർത്തയാണ്. കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ കിഴക്കും ഭാഗത്ത് ആട്ട ഓട്ടിച്ചുകൊണ്ടിരുന്ന ഷാജഹാൻ എന്നറിയപ്പെടുന്ന നമ്മളൊരു സുഹൃത്തും ബന്ധുവുമായ ഈ ഷാജഹാൻ മരണപ്പെട്ട ദുഃഖവാർത്തയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ ഷാജഹാനെ ഞാനുമായി ഒരുപാട് നാളുകൾ നമ്മൾ ഈ കിഴക്കും ഭാഗത്ത് ഈ ആട്ടോ സ്റ്റാൻഡുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ബന്ധങ്ങൾ ഷാജഹാനുമായിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇദ്ദേഹത്തിന് ഇന്നലെ വൈകുന്നേരം ഇന്നലെയാണ് മരണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം രാത്രി അദ്ദേഹത്തിന് ഒരു ആട്ടോ ഓട്ടിക്കാനായിട്ട് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഓട്ടത്തിൻ്റെ ആയിട്ട് പോയി. അപ്പോൾ ഒരു 9 രാത്രി 9 മണി ആയപ്പോഴത്തേക്കും അവിടെ നിന്നുകൊണ്ട് പൗണ്ടർ മുക്കിലെ ഉസ്താദിനെ വിളിച്ചിരുന്നു. കാരണം ആ ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ വേണ്ടിയുള്ള പൈസ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഒരു വർഷമായി പള്ളിയിലെ പ്രസിഡൻറ്റോ സെക്രട്ടറി സ്ഥാനമൊക്കെ ഉള്ളൊരു കക്ഷിയാണ് പൗണ്ടർ മുക്കില. ഈ ഷാജഹാൻ എന്നറിയപ്പെടുന്ന ഈ നിലമരണപ്പെട്ട ഈ കാണുന്ന വ്യക്തി. അപ്പോൾ ഈ സുഹൃത്ത്, അപ്പോൾ ഞാനും ഇദ്ദേഹവുമായി ഈ കിഴക്കൻ ഭാഗത്ത് ഒരുപാട് കാലങ്ങൾ ആട്ടോ ഡ്രൈവറായിരുന്നു. ആട്ടോ ഇട്ട് ഓടി. അങ്ങനെയൊക്കെയുള്ള സുഹൃത്ത് ബന്ധങ്ങളും ഇദ്ദേഹത്തിൻ്റെ വീടുമായുള്ള ബന്ധങ്ങളെല്ലാം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിനൊക്കെ ഞാൻ പങ്കെടുത്തു, മരണത്തിന് പങ്കെടുത്തു. മയ്യത്ത് നമസ്കാരത്തിനൊക്കെ കണ്ടമാനം പേരുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് ഞാൻ തന്നെ മടുത്തു. കാരണം അത്രത്തോളം ജനം പള്ളിയിൽ നിന്നും ഈ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നു. അങ്ങനെ അദ്ദേഹം രാത്രി അങ്ങനെ ഉസ്താദിനെ വിളിച്ചിരുന്നു. ഉസ്താദിനെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇന്നടുത്ത് ഓട്ടോമായിട്ട് നിൽക്കുകയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ വരാം, ഒന്ന് ഉസ്താദിനെ പൈസ എത്തിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു 9-9:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു ഈ പൈസ ഉസ്താദ് കൊടുക്കുക. കടബാധ്യത അത് തീർക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നു. ഒരു 2 മക്കളെങ്ങാണ്ടുണ്ട്, ചെറിയ മക്കളാണ്. എനിക്ക് അത്ര വ്യക്തമായിട്ട് പോലെ ഞാനത് ചോദിക്കാനാണ്. കാരണം അവരെ വീടുമായിട്ട് നേരത്തെ ഉള്ള ബന്ധങ്ങളാണ്. വിവാഹം കഴിച്ചതിന് ശേഷം തന്നെ ഒരു ചെറിയ വീടായിരുന്നു. ഇപ്പോൾ വീടൊക്കെ ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പാവപ്പെട്ട സാധുവായ മനുഷ്യൻ, ആർക്കും ഒരു ദ്രോഹവും ഇല്ലാത്ത, ആർക്കും ഒരു ബാധ്യതയും ഇല്ലാത്ത നല്ല ചെറുപ്പക്കാരൻ, നല്ല സ്വഭാവങ്ങൾ, നല്ല ഈ പള്ളിയിലൊക്കെ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആയതിൻ്റെ 1 വർഷം കൊണ്ടൊക്കെ ആയുള്ളൂ. അപ്പോൾ അത്രയും വേണ്ടപ്പെട്ട നല്ല ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ പോയതിന് ശേഷം കുറച്ച് നേരം ഒരു 10 മണി 10:30 ആയപ്പോഴത്തേക്ക് എന്തോ ഒരു അസ്വസ്ഥതക്കേട് വന്നു. അങ്ങനെ അവിടെ നിന്ന് അപ്പോഴും തന്നെ കൊണ്ട് നമ്മൾ ചിതറ ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് കടയ്ക്കൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കടയ്ക്കൽ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നേരെ മെഡിക്കൽ BP എങ്ങാണ്ട് കൂടിയാണ് എന്ന് പറഞ്ഞ് നേരെ ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെ ഒരു ഇഞ്ചക്ഷനും കണ്ടെടുത്ത് വിളക്ക ഇദ്ദേഹം ഇന്നലെ മരണപ്പെടുകയാണ്. അപ്പോൾ മരണപ്പെട്ടു. ആ മരണത്തിനുള്ള എല്ലാം പോയി. അങ്ങനെ ആ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അതിലൊക്കെ പങ്കെടുത്തു. അതുകൊണ്ടാണ് പിന്നെ ആ വീഡിയോ ചെയ്യാൻ കഴിയാതെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഒരു ചോദ്യം വന്നു. കാരണം ആ ചോദ്യത്തിൽ നിന്നും ഒരു കാര്യം മാത്രമാണ് നമുക്കിപ്പോൾ ബോധ്യമായത്. നമ്മൾ മരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ആകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും തെറ്റായി പറയത്തക്ക ആവാതിരിക്കുക. കാരണം ആ മനുഷ്യനെക്കുറിച്ച്, ഈ ഷാജഹാൻ എന്നുള്ള ഈ വ്യക്തിയെക്കുറിച്ച് ഒരു മനുഷ്യന് പോലും ഒരു തെറ്റ് പോലും കണ്ടെത്തി ഒന്നൊരു കുറ്റം പറയുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ആർക്കും ഒരു കടബാധ്യത ഇനി വേറെ ഉണ്ടോ എന്നുള്ളതിനെ അറിയില്ല. അതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രത്തോളം അങ്ങനെ പറ്റിയ ബാധ്യതയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ
നല്ലൊരു വ്യക്തിയാണ്. എനിക്ക് അത്രത്തോളം അടുത്തറിയാം. നമ്മളെ ബന്ധുവും സുഹൃത്തും എല്ലാം കൊണ്ട് എപ്പോഴും ഈ അടുത്തിടയിലും ഇപ്പോൾ ഒരാഴ്ചക്കകത്ത് വെച്ചും എന്നെ കണ്ടിരുന്നു. എന്നെ കാണുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പം അത്രത്തോളം അടുത്ത സ്നേഹിതനാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം, അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം നമ്മൾ മരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ആകുക എന്ന് പറഞ്ഞാൽ ആരും കുറ്റം പറയാത്ത രീതിയിൽ ഒരു മനുഷ്യനെക്കുറിച്ച് അവൻ ഇന്നവനായിരുന്നു അല്ലെങ്കിൽ വ്യക്തിയിട്ട് ഒരു മനുഷ്യൻ പോലും ഒരു കുറ്റം പറയില്ല. ആ ഡൽഹി അത്രത്തോളം നല്ല രീതിയിൽ ഭാഗ്യതപ്പെട്ട് മരണപ്പെട്ടു. അപ്പോൾ അതേ രീതിയിൽ നമുക്കും വരിക. അപ്പം നാളെ അദ്ദേഹത്തിന് സ്വർഗം തന്നെ കിട്ടുകയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നമുക്ക് ദുഃഖവും വേദനയും എല്ലാം ഉണ്ട്, എല്ലാം നമുക്ക് ഉണ്ട്. കാരണം അത്രത്തോളം വിഷമം. കാരണം ഒരു അസുഖങ്ങളും ഒന്നുമില്ലായിരുന്നു, നല്ല രീതിയിൽ ജീവിച്ച പെട്ടെന്നൊരു അസ്വസ്ഥത വരികയും ആശുപത്രി കൊണ്ട് ചെല്ലുകയും പിന്നെ അത് BP കൂടുതലാണെന്ന് പറയുകയും പിന്നെ അതിനെ മെഡിക്കൽ കോളേജിൽ ചെല്ലുകയും മെഡിക്കൽ കോളേജിൽ പിന്നെ അതിന് ഇഞ്ചക്ഷൻ എടുക്കുകയും ഏതാനും നിമിഷങ്ങൾക്കകം വെച്ച് തന്നെ നമ്മളെ ഈ സുഹൃത്ത് മരണപ്പെടുകയാണ് ചെയ്തത്. അതിൽ നമ്മളിൽ നിന്നും വേർപെട്ട് പോയതിൻ്റെ പേരിൽ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട്, വേദനയുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് മുഴുവനും വേദനയുണ്ട്. പള്ളിയിലെ ഉസ്താക്കന്മാർക്കും അത് ആ മകനുമായി ബന്ധപ്പെട്ടവർക്കും അവരെ പിന്തുടരുന്ന കൂട്ടുകാർക്കും നമുക്കെല്ലാം അതിയായ ദുഃഖവും വിഷമമുണ്ട്. അതുപോലെ അതിൽ നിന്ന് പാഠം പഠിച്ച കാര്യം ഇത് മാത്രമാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം കണ്ടെത്തുവാൻ ഒരു മനുഷ്യൻ പോലുമില്ല എന്നുള്ളതാണ്. ഒരു നിഷ്കളങ്കമായ നല്ലൊരു മനുഷ്യനായി മരണപ്പെടുവാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ട്. അദ്ദേഹത്തിന് സ്വർഗം കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. ടൈം മീഡിയ.